എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ പാർട്ട് 1 എന്താണ് ഇന്ററപ്റ്റുകൾ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പാർട്ട് 2 ഇന്ററപ്റ്റിന്റെ വെക്റ്റേർഡ് അഡ്രസ്സുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇന്ററപ്റ്റ് എന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ററപ്റ്റ്, മാസ്കബിൾ ഇന്ററപ്റ്റ്, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്, വെക്റ്റേർഡ് ഇന്ററപ്റ്റ്, നോൺ വെക്റ്റേർഡ് ഇന്ററപ്റ്റിനെ പറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെക്റ്റേർഡ് ഇന്ററപ്റ്റുകൾ 8085-ന്റെ വെക്റ്റേർഡ് ഇന്ററപ്റ്റുകൾ എന്താണെന്നും അതിൻ്റെ വെക്റ്റേർഡ് അഡ്രസ് എന്താണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു 5 ഇന്ററപ്റ്റ് ആണ് 8085-നുള്ളത്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ട്രാപ്പ് എന്ന് പറഞ്ഞ ഇന്ററപ്റ്റ് ആണ്. സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, RST 7.5, ദെൻ RST 6.5, RST 5.5 ആൻഡ് INTR. ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുക ട്രാപ്പ് എന്ന് പറയുന്ന ഇന്ററപ്റ്റ്. ട്രാപ്പ് എന്ന് പറയുന്നത് ഇസ് എ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് NMI, ദാറ്റ് ഈസ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് NMI. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ പ്രയോറിറ്റി 1, ദെൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ക്വയർ വേവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്വയർ വേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എഡ്ജ് ട്രിഗേർഡ് ആസ് വെൽ ആസ് എ ലെവൽ ട്രിഗേർഡ്, or we call it is a edge sensitive or and level sensitive. എഡ്ജ് സെൻസിറ്റീവ് എന്നുള്ളത് നമ്മൾ ഡിജിറ്റലിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് എഡ്ജ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്? എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എഡ്ജ് വരുമ്പം നമ്മൾ ഇൻപുട്ട് അത് എനേബിൾ ആവുന്നു, അതാണ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ലെവൽ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ലെവൽ പോസിറ്റീവ് ആയിട്ട് എത്ര സമയം ഇത് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അതേ സമയം മുഴുവൻ ഇത് എനേബിൾ ആയിരിക്കും. ഇവിടെ ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂടിയതാണ്. എഡ്ജ് ട്രിഗറിങ് ആണ്, ലെവൽ ട്രിഗറിങ് ആണ്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് അത് എഡ്ജ് ട്രിഗറിങ്ങും ലെവൽ ട്രിഗറിങ്ങും ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് that the input should go high and stay high to be acknowledged. That means it cannot be acknowledged again until it makes a transition from high to low to high. ഇവിടുന്ന് ഹൈയിൽ നിന്ന് ലോയിലോട്ട് വന്ന് വീണ്ടും ഹൈ ആവുന്നോടം വരെയും വേറൊരു ട്രാൻസാക്ഷൻ ഇതിൻ്റെ അത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് വൺസ് ഇറ്റ് ഈസ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് ആണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഇവിടെ നോക്കുക, അതിന്റെ വെക്റ്റേർഡ് അഡ്രസ് കൊടുത്തിരിക്കുന്നത് നോക്കുക, 0024. നമ്മൾ എങ്ങനെയാണ് ഈ വെക്റ്റേർഡ് അഡ്രസ് കാണുന്നതെന്നുള്ളത് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നതാണ്. ഏതായാലും ഈ വെക്റ്റേർഡ് അഡ്രസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമുകൾക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ് ട്രാപ്പിന്റെ വെക്റ്റേർഡ് അഡ്രസ് എന്താണ്. അടുത്ത സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ വന്നിരിക്കുന്നത് RST 7.5-നാണ്. ദിസ് ഇസ് എ എഡ്ജ് ട്രിഗറിങ് ആണ്. പോസിറ്റീവ് എഡ്ജ് വരുമ്പോൾ മാത്രമേ ഇത് ട്രിഗർ ചെയ്യുന്നു. നോക്കുക, RST 7.5-ന്റെ ഔട്ട്പുട്ട് ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഡ്ജ് ട്രിഗർ ആയി കഴിഞ്ഞാൽ RST 7.5 എന്നുള്ള ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അത് സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ Q ഔട്ട്പുട്ട് ഹൈ ആവുന്നു. അഗെയിൻ ഇത് നേരെ കൊടുത്തിരിക്കുന്ന വീണ്ടും ഒരു ആൻഡ് ഗേറ്റിലാണ്. ഈ ആൻഡ് ഗേറ്റിന് 3 ഇൻപുട്ടുകളാണുള്ളത്. ഇവിടെ 3 ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് നേരത്തെ പറഞ്ഞതുപോലെ 7.5 എന്ന് പറയുന്ന ഇന്ററപ്റ്റിന്റെ ഇൻപുട്ടാണ്. സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് മാസ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ്ക് ആണോ ഇല്ലയോ എന്നുള്ളത്. മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 0 ആയിരിക്കും. അൺമാസ്കബിൾ ആണെങ്കിൽ മാസ്ക് ചെയ്തിട്ടുണ്ട് ഇത് 1-ഉം, നോൺ മാസ്കബിൾ ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ അതനുസരിച്ച് ഇവിടെ ബബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ഇത് എനേബിൾ ആവും. ദെൻ അടുത്ത മൂന്നാമത്തെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു, കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിരുന്നു എനേബിൾ ഇന്ററപ്റ്റ് ആൻഡ് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ്.
അപ്പോൾ ഈ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമാണ് ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എസിലാണ് കൊടുത്തിരിക്കുന്നത്. സോ സെറ്റ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Q is equal to 1. Q1 വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ ആൻഡ് ഗേറ്റിന്റെ ഇവിടെ 1 ആവും. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഇവിടെ 003C എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. വൈൽ 7.5 ഇന്ററപ്റ്റ് ഈസ് എനേബിൾഡ്. അപ്പൊ 7.5 ഇന്ററപ്റ്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ ഇത് ഈ 0037 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ആകും. വീണ്ടും നോക്കുക, ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇവിടെ R എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു DI എന്ന് പറയുന്നത് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കാനാണ്. അപ്പൊ ഡിസേബിൾ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു 0. Q 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് 7.5 എന്ന് പറയുന്ന ഇന്ററപ്റ്റ് നമ്മൾ എനേബിൾ, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആയാൽ ഈ മെമ്മറിയിലുള്ള പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർ ഗേറ്റിലോടാണ് കൊടുത്തിരിക്കുന്നത്. ഓർ ഗേറ്റിന്റെ അടുത്ത രണ്ട് ഇൻപുട്ടുകളുണ്ട്, റീസെറ്റും എനി ഇന്ററപ്റ്റ് റിക്കഗ്നൈസ്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് ഓർ ഗേറ്റ് കൊടുക്കുക. ഒന്ന് DI ഡിസേബിൾ ഇന്ററപ്റ്റ്, സെക്കൻഡ് റീസെറ്റ്, ഏതെങ്കിലും ഇന്ററപ്റ്റ് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ റീസെറ്റ് പിൻ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ ഒരു പിന്നെ എനി ഇന്ററപ്റ്റ് റിക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓർ ഗേറ്റിന്റെ ഈ ഇൻപുട്ട് ഇവിടെ ഹൈ ആവും. ഇത് ഹൈ ആയി കഴിഞ്ഞാൽ റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് Q ഈസ് ഗിവൺ ടു ഓൾ ദീസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈ 3 ഗേറ്റ്സ് ഈ 3 ഗേറ്റ്സിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 3 ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസേബിൾ ആവും. വേറൊരു ഇന്ററപ്റ്റും അവിടെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏത് ഇന്ററപ്റ്റ് ആണോ സർവീസ് ചെയ്യുന്ന ആ ഇന്ററപ്റ്റ് മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് വീണ്ടും ആകണമെങ്കിൽ ആ ഇന്ററപ്റ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, ആ ഇന്ററപ്റ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും ഇതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് അതാണ്. അതിന്റെ ഔട്ട്പുട്ട് ഈ മാസ്കബിൾ ഇന്ററപ്റ്റുകളിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടാവും. ട്രാപ്പിൽ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ട്രാപ്പ് ഈസ് എ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. അപ്പൊ അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ വീണ്ടും നോക്കുക, ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ RST 7.5 മാത്രമുള്ള പ്രത്യേകതയാണ് ദർ ഇസ് എ ക്ലിയർ പിൻ ഈസ് ദെയർ. ഈ ക്ലിയർ പിൻ വെച്ച് നമുക്ക് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇന്ററപ്റ്റിനെ വേണേൽ ഡിസേബിൾ റീസെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ യൂസിങ് 2 ഇൻപുട്ട്, റീസെറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, RST 7.5 ഇന്ററപ്റ്റ് റിക്കഗ്നൈസ്. ഈ ഇന്ററപ്റ്റ് റിക്കഗ്നൈസ് ചെയ്താലും ഇതിനെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് വെച്ച് നമ്മൾ ക്ലിയർ ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് RST 7.5 എന്ന് പറയുന്ന ഇന്ററപ്റ്റ്. ദെൻ തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് RST 6.5 ആണ്. തേർഡ് പ്രയോറിറ്റി നോക്കുക. ഇതെന്താണ് ഇവിടെ നമ്മൾ കാണുക, എൻ്റെ അകത്ത് ഇവിടെ ആരോ മാർക്ക് ഇതാ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആരോ മാർക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ലെവൽ ട്രിഗറിംഗ് ആണ്. അപ്പൊ RST 6.5 ഇറ്റ്സ് എ ലെവൽ ട്രിഗറിംഗ്. അപ്പൊ ഇത് ഈ എത്ര സമയം ഇത് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടോ ആ സമയം മുഴുവൻ ഇത് എനേബിൾ ആയിരിക്കും. സോ RST 6.5ന്റെ ഔട്ട്പുട്ട് നേരെ കൊടുത്തിരിക്കുന്ന ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലാണ്. സോ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്ന ഇന്ററപ്റ്റ് എനേബിൾ എന്ന് പറയുന്ന ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ മൂന്നാമത്തെ ഇൻപുട്ടായിട്ട് വരുന്നത്. സോ ഇത് മൂന്നും കൂടെ നമ്മൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയ 0034 എന്ന് പറയുന്ന വെക്ടേർഡ് മെമ്മറി ലൊക്കേഷനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ RST 5.5 ഫോർത്ത് പ്രയോറിറ്റി ഇസ് ഓൾസോ ലെവൽ ട്രിഗറിംഗ് ആണ്. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇന്ററപ്റ്റ് എനേബിൾ EI എനേബിൾ ആയാൽ മാത്രമേ ഇവിടെ നമ്മൾ ഹൈ കിട്ടത്തുള്ളൂ. ഈ 3 ഇൻപുട്ടും ഹൈ ആയെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ 002C എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനുള്ള പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 3 ഇൻപുട്ട് ഹൈ എന്ന് പറയുന്നത് ഇതിവിടെ ബബിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 0 ആണ് ഇവിടെ വരുന്നത്. മാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0, അൺമാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. മാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1. ഇപ്പൊ 2 കണ്ടീഷൻ. ഒന്ന് മാസ്ക് ചെയ്യുന്ന നമ്മൾ 1 കൊടുക്കുന്നു, 1 കൊടുത്തു കഴിഞ്ഞാൽ ഡിസേബിൾ ആയി പോകും. അൺമാസ്ക് ചെയ്യണമെങ്കിൽ 0 കൊടുക്കുന്നു, 0 കൊടുത്താൽ നമുക്ക് ഇവിടെ ബബിൾ കൊടുത്താൽ എനേബിൾ ആവും. ദാറ്റ് ഈസ് 1 എന്നുള്ള 3 കണ്ടീഷൻസ് നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ INTR ആണ്. INTR നേരെ നമ്മളിവിടെ ഒരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തിരിക്കുന്നു. അഗെയിൻ അതും ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ഇൻപുട്ട് അവിടെ വരുന്നുള്ളൂ.
ആൻഡ് ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ INTR ഞാൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഗെറ്റ് RST കോഡ് ഫ്രം എക്സ്റ്റേണൽ ഹാർഡ്വെയർ. ഇപ്പൊ റീസെറ്റ് കോഡ് എക്സ്റ്റേണൽ ഹാർഡ്വെയറിൽ നിന്ന് RST കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ RST0, RST1, RST2, RST3, RST4, RST5, RST6, RST7 8 ഡിവൈസസിന് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ INTR എന്ന് വെച്ചാൽ കോൾ ഇൻസ്ട്രക്ഷൻ ആണ്. കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ചെയ്യുന്നത്. കോൾ RST0 എന്ന് പറയുന്നത് 000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള പ്രോഗ്രാം കോൾ ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. RST1 എന്ന് പറയുന്നത് 0008, RST2 എന്ന് പറയുന്നത് 0010, 3 എന്ന് പറയുന്നത് 0018, 4 എന്ന് പറയുന്നത് 0020, 5 0028, 6 0030, 7 0038. അപ്പൊ ഈ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ് ഓരോ RSTയുടെ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻസ് ഏതാന്നുള്ളത്. RST 6.5ന്റെ വെക്റ്റേർഡ് അഡ്രസ് എന്ന് പറഞ്ഞാൽ 0034. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ററപ്റ്റുകളെ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നു. 8085ന്റെ 5 ഇന്ററപ്റ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ററപ്റ്റ് പേര് തന്നിട്ടുണ്ട്, മാസ്കബിൾ ആണോ വെക്റ്റേർഡ് ആണോ എന്നുള്ളതും അതിന് ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് INTR എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ്കബിൾ ഇന്ററപ്റ്റ്, ഇറ്റ്സ് എ നോൺ വെക്റ്റേർഡ് ഇന്ററപ്റ്റ്. രണ്ടാമത്തത് RST 5.5, ഇറ്റ്സ് എ മാസ്കബിൾ ആൻഡ് ഇറ്റ്സ് എ വെക്റ്റേർഡ് ഇന്ററപ്റ്റ്. RST 6.5 maskable and vectored. RST 7.5 is also maskable and vectored. Trap is a non-maskable and it is vectored. എന്താണ് vectored എന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു. ഒരു vectored മെമ്മറി അഡ്രസ് ഉള്ളതിനാണ് vectored എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന പ്രയോറിറ്റി റിവേഴ്സ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. 5th പ്രയോറിറ്റി ആണ് INTR എന്നുള്ളത്, 4th RST 5.5, then 3rd RST 6.5, 2nd RST 7.5 and first priority is trap. So maskable എന്നുള്ള ആ ഒരു ഓർഡറിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ തൊട്ട് മുമ്പുണ്ടായിരുന്ന സ്ലൈഡിൽ ഉണ്ടായിരുന്ന ആ ഫിഗർ വരച്ച് പഠിക്കേണ്ടതാണ്. ബട്ട് എക്സ്പ്ലെയിൻ ദ 8085 ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിഗർ വരച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത്. ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. INTR എന്ന് പറയുന്ന ആ സിഗ്നലിൻ്റെ അകത്ത് വരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, RST0 to RST7 വരെയുള്ള. ഇപ്പോൾ ഓരോ ഇവിടെ INTR ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് എക്സിക്യൂട്ട് എ കോൾ ഇൻസ്ട്രക്ഷൻ. കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. 00H എന്ന് പറയുന്ന ഈ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. RST0, RST1, RST2, 3, 4, 5, 6, 7 8 INTR ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഓരോന്നും 1 byte ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ദിസ് ഈസ് കോൾഡ് RST കോൾഡ് റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ വിളിക്കും. RSTN, RST0 to RST7 വരെ. ഈച്ച് ഓഫ് ദീസ് വുഡ് സെൻഡ് ദ എക്സിക്യൂഷൻ ടു എ റീഡിറ്റർമിൻഡ് ഹാർഡ്വെയർ മെമ്മറി ലൊക്കേഷൻ. നേരത്തെ തന്നെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന ഒരു ഹാർഡ്വെയർ മെമ്മറി ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് INTR സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ററപ്റ്റ് വെക്ടേഴ്സ് ആൻഡ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത് നേരത്തെ പറയും, ആൻ ഇന്ററപ്റ്റ് വെക്ടർ ഈസ് എ പോയിന്റർ ടു വെയർ ദി ISR എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിഗറിൻ്റെ അകത്ത് വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ററപ്റ്റും എനേബിൾ ആകുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്ന മെമ്മറി ലൊക്കേഷനാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്, ISR എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടറിന് നമ്മൾ പ്രിന്റ് കൊടുക്കുന്നു. പ്രിന്റിൻ്റെ അടുത്ത് പേപ്പർ ഇല്ല എങ്കിൽ
പ്രിൻ്ററിൻ്റെ ട്രേക്കകത്ത് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് കിട്ടും ദ ട്രേ ഈസ് എംറ്റി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പേപ്പർ ഇല്ല എന്നുള്ള മെസ്സേജ് ഒരു ഇൻട്രപ്റ്റ് സിഗ്നലായിട്ട് പ്രോസസ്സറിന് കൊടുക്കുന്നു. പ്രോസസ്സർ ആ മെമ്മറി ലൊക്കേഷൻ, ആ ഇൻട്രപ്റ്റ് വന്നിരിക്കുന്ന മെമ്മറി ലൊക്കേഷനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ട്, ആ പ്രോഗ്രാമിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ട് ഡിസ്പ്ലേ ദിസ് വേർഡ് ദർ ഇസ് നോ പേപ്പർ ഇൻ ദ ട്രേ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നു. സോ ISR എന്ന് പറയുന്നതാണ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർവീസ്, ആ മെമ്മറിയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിളോട്ട് വരുവാണെങ്കിൽ, നമുക്കൊരു കാര്യം, ഒരു മൊബൈൽ റിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഓൾറെഡി നമ്മളത് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം. ഈ ഒരു റിങ് കേട്ട് കഴിഞ്ഞാൽ അത് മൊബൈലിൻ്റെ റിങ്ങിങ് ആണ്, അത് എടുക്കേണ്ടതാണ്, ആൻസർ ചെയ്യേണ്ടതാണെന്നുള്ള വിവരം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മൊബൈൽ എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ പ്രോസസ്സറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലേ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പ്രോസസ്സർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂസ്ലെസ് മെഷീൻ എന്നാണ് പറയുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് വി ആർ പ്രോഗ്രാമിംഗ് ഇറ്റ്. നമ്മൾ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് യൂസ്ലെസ് മെഷീൻ, അല്ല മൈക്രോ പ്രോസസ്സർ യൂസ്ലെസ് ഡിവൈസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീൻ മാത്രമാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായി നമ്മൾ ആ മെമ്മറി ലൊക്കേഷൻ എഴുതി കൊടുക്കണം. നമ്മുടെ കേസ് എടുത്താൽ നമ്മുടെ മെമ്മറിയിൽ നമ്മളത് ഓൾറെഡി ലേൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം മൊബൈൽ കാണാത്ത ഒരു മനുഷ്യൻ്റെ മുന്നിൽ മൊബൈൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ എഴുന്നേറ്റ് ഓടുമായിരിക്കും, ഇതെന്തോ സംഭവിക്കുമെന്ന് വിചാരിച്ച്. കാരണം എന്താണ്? അയാളുടെ മെമ്മറിയിൽ അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പം അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ മെമ്മറിയിലും ഈ ഒരു പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഓരോ ഇൻട്രപ്റ്റ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോഗ്രാം എഴുതുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ ISR എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. വീണ്ടും പറയുന്നുണ്ട്, ഓൾ ഇൻട്രപ്റ്റ്സ് വെക്റ്റേർഡ് ഓർ അതർവൈസ് ആർ മാപ്ഡ് ഓൺ ടു എ മെമ്മറി ഏരിയ കോൾഡ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ, IVT. ഇതെല്ലാം ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. And IVT is usually located in 0000 to 00FF വരെയുള്ള ലൊക്കേഷനിലായിരിക്കും ഇതുണ്ടാവുക. നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വെക്ടർ അഡ്രസ്സ് കണ്ടുപിടിക്കുക. ഇപ്പോൾ വെക്ടർ അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെക്ടർ അഡ്രസ് ഈസ് ഈക്വൽ ടു ഇൻട്രപ്റ്റ് നമ്പർ ഇൻറ്റു 8. ഇൻട്രപ്റ്റ് നമ്പർ എന്ന് പറയുന്നത് RST1 ആണ്. RST1 ആണെങ്കിൽ 1 into 8, ദാറ്റ് ഈസ് 0008 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഇതിന് മുമ്പുള്ള ഫിഗർ നമ്മൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത സ്ലൈഡിൽ വരുമ്പോഴായിട്ട് നമുക്ക് കാണാം. സോ INTR, ഇവിടെ INTR എന്ന് പറയുന്നുണ്ട്, കാൽക്കുലേഷൻ 0. INTRന് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് എ നോൺ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. അതിൻ്റെ അത് RST1, RST0, RST1, RST3 എന്ന് പറയുന്നതിന് മാത്രമേ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് INTR ഈസ് ഈക്വൽ ടു ദർ ഇസ് നോ വെക്ടർ അഡ്രസ്. സോ നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. സെക്കൻഡ് വൺ നോക്കുക, ട്രാപ്പ്. ദിസ് ഇസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. ട്രാപ്പിന് RST 4.5 എന്ന് പറയാറുണ്ട്. ഇപ്പം ഇവിടെ ട്രാപ്പിന്റെ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ കാണാൻ വേണ്ടി നമ്മൾ ഈ 4.5 into 8, 4.5 into 8 ഈസ് ഈക്വൽ ടു 36. ഇറ്റ്സ് എ ഡെസിമൽ നമ്പർ ആണ്. ഈ 36 നമ്മൾ ഹെക്സാ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0024H എന്ന് കിട്ടും. സോ ട്രാപ്പിന്റെ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 0024 ആണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഫിഗറിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ട്രാപ്പിന്റെ വെക്റ്റേർഡ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0024 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. RST 5.5 എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 5.5 into 8, ദാറ്റ് ഈസ് 44. അതിനെ ഹെക്സ ആക്കുക. ഹെക്സ ആക്കാൻ വേണ്ടി അറിയാം, കൺവേർഷൻ എടുക്കുക, ഡിവൈഡ് ബൈ 16 വെച്ച് ഹെക്സ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2C എന്ന് കിട്ടും. അപ്പോൾ 4 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 00 കൂടെ ആഡ് ചെയ്യുന്നു, 002CH. Then RST 6.5, then 6.5 into 8 is equal to 52. 52ന്റെ ഹെക്സാഡെസിമൽ നമ്പർ എടുത്താൽ 34 എന്ന് കിട്ടും. അഗെയിൻ
അതിനെ 4 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 00 ആഡ് ചെയ്യുന്നു. 7.5 into 8 16 ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ ഇത് നമുക്ക് ഇതാണ് എളുപ്പ മെത്തേഡ്. അപ്പൊ ഇതിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കേസിൽ. RST 5.5ന്റെ വെക്ടേർഡ് മെമ്മറി അഡ്രസ് എത്ര? അതിന്റെ അഡ്രസ് 002C എന്നാണ്. അത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. RST 5.5 ആണ്. അപ്പൊ 5.5 into 8 മൾട്ടിപ്ലൈ ചെയ്യുക, ഡെസിമൽ വാല്യൂ കിട്ടും. ആ ഡെസിമലിനെ ഹെക്സ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ കിട്ടും. അതിൻ്റെ അത് ട്രാപ്പിന്റെ മാത്രം നമ്മൾ ഓർത്തിരിക്കുക. ട്രാപ്പിന്റെ 4.5 ആണ്. 4.5 into 8. അപ്പൊ ഹയസ്റ്റ് പ്രയോറിറ്റി ട്രാപ്പിനാണ്. ദെൻ 7.5, 6.5, 5.5 ആൻഡ് INTR. അപ്പോൾ ഓരോന്നിന്റെയും INTR കേസിൽ വെക്ടേർഡ് അഡ്രസ്സുകളില്ല. RST റീസ്റ്റാർട്ട് ഇൻസർഷന് മാത്രമേ വെക്ടേർഡ് അഡ്രസ്സുകൾ വരുന്നുള്ളൂ. സോ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ട്രാപ്പ് പ്രയോറിറ്റി ലെവലിലാണ് കൊടുത്തത്. ഹയസ്റ്റ് പ്രയോറിറ്റി തരുന്നതാണ് ട്രാപ്പിനുള്ളത്. ട്രാപ്പിന്റെ RST 4.5 എന്ന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ്സ് എ എഡ്ജ് ആൻഡ് ലെവൽ സെൻസിറ്റീവ് ആണ്. ഇറ്റ്സ് എ ഹയസ്റ്റ് പ്രയോറിറ്റി. ഇറ്റ്സ് എ നോൺ മാസ്കബിൾ ആൻഡ് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മെമ്മറി അഡ്രസ് 0024. 4.5 into 8 0024 കിട്ടുന്ന മെത്തേഡ് 4.5 into 8 ഡെസിമൽ നമ്പർ കിട്ടും. ആ ഡെസിമൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. ദെൻ 7.5 എഡ്ജ് സെൻസിറ്റീവ്, സെക്കൻഡ് പ്രയോറിറ്റി ആണ്. മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. DI അല്ലെങ്കിൽ EI വെച്ച് നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ സിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സിം ഈസ് നത്തിങ് ബട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ആണ്. ഓരോ ഇന്ററപ്റ്റും മാസ്ക് ചെയ്യാനും അൺമാസ്ക് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് സിം എന്ന് പറയുന്നത്. 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സിം ആൻഡ് റിം. ഞാൻ അടുത്ത ക്ലാസ്സിൽ സിമ്മിനെ പറ്റിയും റിമ്മിനെ പറ്റിയും പറയുന്നതായിരിക്കും. ഇത്ര ഓർത്തിരിക്കുക. സിം എന്ന് പറയുന്നത് സെറ്റ് ഇന്ററപ്റ്റ് മാസ്ക്. സിമ്മിന്റെ ഫുൾ ഫോം സെറ്റ് ഇന്ററപ്റ്റ് മാസ്ക്. ഇന്ററപ്റ്റിനെ മാസ്ക് ചെയ്യാൻ വേണ്ടി ഇന്ററപ്റ്റിനെ സെറ്റ് ചെയ്യുക, എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഇന്ററപ്റ്റുകളാണ് എനേബിൾ ചെയ്യേണ്ടത്. 7.5 ഇവിടെ 5 ഇന്ററപ്റ്റുകളുണ്ട്. 5 ഇന്ററപ്റ്റുകൾ ട്രാപ്പിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള 4 ഇന്ററപ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് 7.5 മാത്രം മതി. 6.5, 5.5 INTR വേണമെങ്കിൽ അത് 3നെ മാസ്ക് ചെയ്ത് വെക്കാം. 7.5 മാത്രം എടുക്കാം. അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണ് സിം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. അഗെയിൻ 7.5നെ വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 7.5 into 8 ഡെസിമൽ നമ്പർ കിട്ടും. അതിനെ ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അടുത്തത് RST 6.5. അഗെയിൻ ഇറ്റ് ഇസ് എ ലെവൽ സെൻസിറ്റീവ് ആണ്. ഇവിടെ 7.5 ഇസ് എ എഡ്ജ് സെൻസിറ്റീവ് ആണ്. നമ്മൾ കണ്ടിരുന്ന ഫിഗറിൻ്റെ അകത്ത് ഡി ഫ്ലോപ്പിന്റെ അകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. 6.5 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെവൽ സെൻസിറ്റീവ് ആണ്. അതിന്റെ പ്രയോറിറ്റി നോക്കി എത്രയാണ്? പ്രയോറിറ്റി 3rd ആണ്. ഇറ്റ്സ് ഓൾസോ മാസ്കബിൾ ഇന്ററപ്റ്റ്. DI EI എനേബിളും ഡിസേബിളും ചെയ്യാം സിം ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട്. വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ 6.5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. ആ ഡെസിമലിനെ ഹെക്സയായിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ RST 5.5 ഇറ്റ്സ് എ ലെവൽ സെൻസിറ്റീവ്, 4th പ്രയോറിറ്റി, മാസ്കബിൾ ആണ്. DI EI ആൻഡ് സിം. വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻ കാണാൻ വേണ്ടി 5.5 into 8 ഡെസിമൽ ഹെക്സയായിട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് INTR ഇറ്റ്സ് എ ലെവൽ സെൻസിറ്റീവ്, 5th ആൻഡ് ലോവസ്റ്റ് പ്രയോറിറ്റി, മാസ്കബിൾ ആണ്. പിൻ INTR ആൻഡ് INTA ബാർ. INTR എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് റിക്വസ്റ്റ്, INTA ബാർ എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് ആണ്. അതിന് വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻസ് ഇല്ല. ഇതാണ് നമ്മൾ ഇതുവരെയും പഠിച്ച 5 ഇന്ററപ്റ്റുകളുടെ ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഈ സ്ലൈഡുകളിലെല്ലാം, ഈ 10 സ്ലൈഡുകളിൽ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഒരു 8085ന്റെ അകത്തൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓരോ മെമ്മറി ലൊക്കേഷനുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇന്ററപ്റ്റ് വന്നതെങ്കിൽ ആ മെയിൻ പ്രോഗ്രാം എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്?
ആ മെമ്മറി അഡ്രസ്സ് പ്രോസസ്സറിന് അറിഞ്ഞിരുന്നാൽ മാത്രമേ വീണ്ടും തിരിച്ചു വരുമ്പോൾ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്നത് സേവ് പ്രോഗ്രാം കൗണ്ടർ എന്ന് എഴുതി. ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ചെയ്യുന്നത് സേവ് പ്രോഗ്രാം കൗണ്ടർ. ഫസ്റ്റ് ബ്ലോക്കിലൂടെ കൊടുത്തിരിക്കുന്നത് സേവ് പ്രോഗ്രാം കൗണ്ടർ. പി സി എന്താണെന്നറിയാം, പി സി 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി ലൊക്കേഷനെയാണ് പി സി എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞു. ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് ചോദിച്ചാൽ സ്റ്റാക്ക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് മെമ്മറി എന്താന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് മെമ്മറിയാണ്. ആദ്യം കൊടുക്കുന്നത് ഏറ്റവും അവസാനം മാത്രം എടുക്കാൻ വേണ്ടി പറ്റുന്നത്. 2 ടൈപ്പ് മെമ്മറീസ് ആർ ദർ, സ്റ്റാക്ക് ആൻഡ് ക്യൂ മെമ്മറി. ക്യൂ മെമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. നമ്മൾ സാധാരണ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് ക്യൂ മെമ്മറി എന്ന് പറയുന്നത്. ആദ്യം വരുന്ന ആൾക്ക് ആദ്യം ടിക്കറ്റ് കൊടുക്കുന്നു. സ്റ്റാക്ക് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റുകൾ കഴുകി അടുക്കി വെക്കുന്നു. ഏറ്റവും ആദ്യം കഴുകി വെക്കുന്ന പ്ലേറ്റ് ഏറ്റവും അവസാനമാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം കഴുകി വെച്ച പ്ലേറ്റ് ആണ് ഏറ്റവും മേളിൽ ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കഴുകി വെച്ചിരിക്കുന്ന പ്ലേറ്റ് ആണ് ഏറ്റവും ആദ്യം എടുക്കുക. അതായത് ഏറ്റവും ഒരു പ്ലേറ്റ് കഴുകി അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കഴുകി വെച്ച പ്ലേറ്റ് ആണ്. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റാക്ക് ഈസ് ലൈക്ക് ദാറ്റ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഔട്ട് അല്ല, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെമ്മറിയാണ്. അങ്ങനെ ഒരു മെമ്മറിയിൽ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ ഡിസേബിൾ ഇന്ററപ്റ്റ്, ബാക്കിയുള്ള ഇന്ററപ്റ്റുകളെല്ലാം ഡിസേബിൾ ചെയ്യുന്നു. കാരണം ഇനി വേറൊരു ഇന്ററപ്റ്റ് വന്നാൽ, ഇവിടെ ഒരു ഇന്ററപ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി അടുത്ത ഇന്ററപ്റ്റ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. ലാൻഡ് ഫോൺ ആയിരുന്നു എൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. ആ ലാൻഡ് ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ ഇന്ററപ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെളിയിൽ പോകുന്നു. പിന്നെ അടുത്ത കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് പറ്റും, ആ ലാൻഡ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഡിസേബിൾ ഓൾ അവർ ഇന്ററപ്റ്റ്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നിടം വരെ ബാക്കിയുള്ള ഇന്ററപ്റ്റുകളെല്ലാം ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെൻഡ് ഔട്ട് ഇന്ററപ്റ്റ് അക്നോളജ്. നിങ്ങളുടെ ഇന്ററപ്റ്റ് സ്വീകരിച്ചിരിക്കുന്നുള്ള അക്നോളജ്മെന്റ് വെളിയിലോട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് INTA ബാർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് INTR സിഗ്നലിനാണ് പ്രധാനമായിട്ട് INTA ബാർ വരുന്നത്. Then go to service routine. സർവീസ് റൂട്ടീനിൽ പോകുന്നു. ദാറ്റ് ഈസ് വെക്ടേർഡ് മെമ്മറി ലൊക്കേഷൻ. അവിടെ ഞാൻ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. കോൾ ഇൻസ്ട്രക്ഷൻ ആണ്, സബ് റൂട്ടീൻ പോലെയാണ്. ഈ പ്രോഗ്രാം ഇവിടെയുള്ള മെമ്മറി ലൊക്കേഷന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. അവസാനത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാൻ EI ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഓൾറെഡി ഡിസേബിൾ ഇന്ററപ്റ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഡിസേബിൾ ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാൻ, അടുത്ത ഇന്ററപ്റ്റ് ഏതെങ്കിലും വരുന്നുണ്ട് എനേബിൾ ചെയ്യാൻ വേണ്ടി EI എന്നുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ റിട്ടേൺ, RET, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. കാളിന്റെ കൂടെ, കാൾ ഇൻസ്ട്രക്ഷന്റെ പ്രത്യേകത എന്താണ്? കാൾ ഇൻസ്ട്രക്ഷന്റെ പ്രത്യേകത, കാൾ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് RET. കാൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വേണം, അല്ല തിരിച്ചു പറ്റത്തില്ല. ഇവിടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ RET ആണ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഒറിജിനൽ പ്രോഗ്രാം കൗണ്ടർ. ഇവിടെ RET വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഒറിജിനൽ പ്രോഗ്രാം കൗണ്ടർ, ദെൻ ഗോ ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാം റൂട്ടീനിലോട്ട് വീണ്ടും ഇന്ററപ്റ്റ് ഇൻ 8085. ഈ കഴിഞ്ഞ ആ ഫിഗറിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ററപ്റ്റ് പ്രോസസ് ഷുഡ് ബി എനേബിൾഡ് യൂസിങ് EI ഇൻസ്ട്രക്ഷൻ. EI എനേബിൾ ഇന്ററപ്റ്റ് കൊടുത്താൽ മാത്രമേ ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രോസസ്സർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഇന്ററപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെക്ക് ഫോർ ആൻ ഇന്ററപ്റ്റ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് എവരി ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നു. ഇഫ് ദർ ഈസ് ആൻ ഇന്ററപ്റ്റ് ആൻഡ് ഇഫ് ദ ഇന്ററപ്റ്റ് ഈസ് എനേബിൾഡ് യൂസിങ് ഇന്ററപ്റ്റ് മാസ്ക്, the microprocessor will complete the execution of instruction and reset the interrupt flip-flop. അതായത് ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സെന്റൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. അതുവരെയുള്ള ഇൻസ്ട്രക്ഷൻ, അത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് സർവീസ് റൂട്ടീനിലോട്ട് പോകുന്നതാണ്.
അടുത്ത വീണ്ടും നാലാമത്തെ ആയിട്ട് വരുന്നത് the microprocessor then execute a call instruction that sent execution to the appropriate location in the interrupt vector table. Interrupt vector table IVT എന്ന് പറയുന്നത് IVT-യിലുള്ള ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. When the microprocessor execute the call instruction, it saves the address of the next instruction on the stack. The microprocessor jump to the specific service routine. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വീണ്ടും. And the service routine must include the instruction EA to return to the interrupt processor. At the end of the service routine, the RET return instruction ഉണ്ടാവും. EA എന്ന് പറയുന്നത് enable instruction വീണ്ടും ഡിസേബിൾ ഓൾറെഡി ഡിസേബിൾ ആക്കിയിട്ടാണ് ഇത് സർവീസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പം അതിനെ വീണ്ടും എനേബിൾ ആക്കാൻ വേണ്ടി EA ഇൻസ്ട്രക്ഷനും RET ഇൻസ്ട്രക്ഷനും ഉണ്ടാവും. പാർട്ട് 1-ലൂടെയും പാർട്ട് 2-ലുമായിട്ട് എന്താണ് 8085-ന്റെ ഇൻട്രപ്റ്റുകൾ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.